സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലവർധന പൊതുജനത്തെ പ്രതിസന്ധിയിലാക്കും. കുടുംബ ബജറ്റ് താളം തെറ്റുമെന്ന ആകുലത പങ്കുവയ്ക്കുകയാണ് ഏറെയും. എന്നാൽ വിലവർധന അനിവാര്യമാണെന്ന സർക്കാർ നിലപാടിനെ പിന്തുണയ്ക്കുന്ന പ്രതികരണങ്ങളുമുണ്ട്. സപ്ലൈകോയിലെ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വിലവർധനവ് സാധാരണക്കാരന്റെ നടുവൊടിക്കുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയാണ്. പലയിടങ്ങളിലും അവശ്യമരുന്നുകൾ കിട്ടാനുമില്ല. ദുരിതത്തിലായിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയാണ്. മാസങ്ങളായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി ഇനങ്ങൾ പൂർണ്ണതോതിലെത്തിയിട്ട് സാധനങ്ങൾ കിട്ടാതായതോടെ സ്റ്റോറുകളിലെത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞു. വിലവർധന കൂടി വന്നതോടെ അസംതൃപ്തി മറച്ചുവെക്കുന്നില്ല പൊതുജനം. സാധാരണക്കാരനല്ലേ ബുദ്ധിമുട്ടുന്നത്, കൂടുന്നവർ കൂട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. പൊതുവിപണികളിനെക്കാട്ടും കുറച്ച് വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ അധികം ആൾക്കാരും കൊണ്ട് വേറെ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇടപെടാൻ നേരമില്ല അവർക്ക് സർക്കാരിന്. വില അല്പം വർദ്ധിച്ചാലും സബ്സിഡി ഇനങ്ങൾ ലഭ്യമാക്കുമല്ലോ എന്ന് ആശ്വസിക്കുന്നവരും വിരളമല്ല. റേറ്റ് കൂട്ടിയാൽ ആൾക്കാർ മടിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ റേറ്റ് കൂട്ടിയ റേറ്റ് ഇപ്പം ആരും കുറക്കണമെന്നില്ലല്ലോ. വിപണി തന്നെ അബദ്ധ. അതിന്റെ അവസരത്തിൽ ഇപ്പോൾ സബ്സിഡി കൂട്ടിയത് കഴിഞ്ഞാൽ വിപണി പിന്നെ അതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. പരമായിട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ വിലവർധന അനിവാര്യമാണെന്ന സർക്കാർ തീരുമാനം പൊതുവിപണിയിലും ചലനങ്ങൾ ഉണ്ടാക്കും. സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ വിലവർധന സാരമായി തന്നെ ബാധിക്കും. ദീപക് മലയമ്മ, റിപ്പോർട്ടർ, കോഴിക്കോട്.